ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ടതായിരിക്കുന്ന യോബിന്റെ ജീവിതത്തിൽ കഷ്ടത കടന്നു വരുന്നതിന് മുമ്പ് ലഭിച്ചതായിരിക്കുന്ന 5 അനുഗ്രഹങ്ങൾ എന്തൊക്കെയാ യോബിന്റെ ജീവിതത്തിൽ മുദ്രയിടപ്പെട്ടെന്നറിയാമോ? വീണ്ടും വായിച്ചാട്ടെ. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം നിങ്ങൾ നോട്ട് ചെയ്തോണേ. അനുദിന പ്രാർത്ഥനയിൽ മുദ്രയിടപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാർക്കും വിഷയമായത് എൻ്റെയും നിങ്ങളുടെ യാത്രകൾ കൂടെ കടന്നു വരുന്ന ആർക്കും വാക്കുകൾ. അതാണ് എൻ്റെയും നിങ്ങളുടെയും പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഒന്നാമത് യോബിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് യോബിന്റെ വ്യക്തിപരമായ ജീവിതം. രണ്ടാമത് യോബിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഹിസ് ഹൗസ് ഹോൾഡ്, അവന്റെ ഭവനം. പ്രിയപ്പെട്ടവർ, ഞാൻ ഓർപ്പിക്കട്ടെ, ഭവനത്തിന്റെ നായകന്, ആ ഭവനത്തെ നടത്തുന്നവർക്ക് അവരുടെ ഭവനത്തെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. ദൈവം അധികാരത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, ക്രിസ്തു ഒരു വീടിന്റെ നായകനാ. പക്ഷെ പ്രത്യക്ഷമായിട്ടൊരു വീടിന്റെ അധികാരി എന്ന് പറയുന്നത് ഒരു പുരുഷനാകുന്നുവെങ്കിൽ ആ പുരുഷന് കൊടുത്തിരിക്കുന്ന അധികാരമാണ് തൻ്റെ കുടുംബത്തിലെ സകല പ്രിയപ്പെട്ടവരെയും രക്തം കൊണ്ട് മുദ്രയിടുവാനുള്ളത്. അത് അവന് കൊടുത്തിരിക്കുന്ന അധികാരമാ. എപ്പോഴും ദൈവമക്കൾ ശ്രദ്ധിച്ചോണേ, അധികാരത്തിന് കീഴ്പ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വിശുദ്ധ വചനം ഭാര്യമാർ കൊടുക്കുന്ന ഉപദേശത്തിൽ പറയുന്നത്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. അതാണ് ഒരു അനുഗ്രഹത്തിന്റെ വിഷയം എന്ന് പറയുന്നത്. ഒരു കുടുംബജീവിതത്തിന്റെ നന്മ അവിടെയാണ്.